Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കർ കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അരമണിക്കൂർ വേണ്ടിവരും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം 3 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമെല്ലാം എടുത്തിട്ട് വരാം. അപ്പോൾ അരിതാ വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. കിണ്ണത്തപ്പത്തിന് പച്ചരി കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ തേങ്ങയാണ്. തേങ്ങാപ്പാൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പോർഷൻ എടുക്കുക, എന്നാലേ നല്ല വൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1.25 കപ്പ് വെള്ളം ചേർത്ത് ഒന്നാമത്തെ പാല് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പാല് നമുക്ക് എടുക്കാം. പാലെടുത്തതിന് ശേഷം നമുക്ക് ഈ കൊത്തെല്ലാം മാറ്റാം. നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പാലെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ എങ്ങനെ എടുക്കാൻ നോക്കാം. അതേ ജാറിൽ തന്നെ നമ്മളിപ്പോൾ ഒന്നാം പാൽ എടുത്തതിന്റെ കൊത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.25 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ രണ്ടാം പാലും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇത് പാല് മുറുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പാലെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ജാർ എടുക്കാം. കുതിർത്ത് മാറ്റി വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത അരിയാണ്. ഇനി അടുത്തത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിണ്ണത്തപ്പത്തിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ മാറ്റിവെച്ച തേങ്ങാപ്പാലിൽ നിന്നും 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അരി നന്നായിട്ട് തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ടയും ഒരു മുട്ടയുടെ വെള്ളയുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ഏലക്കയുടെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇനി അടുത്തത് 3-4 പ്രാവശ്യം നമ്മുടെ ചായ അരിപ്പുണ്ടല്ലോ, ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചെടുക്കണം. ഇതാണ് പാല് പോലെ ഇരിക്കും. ഇതാണ് ഇതിന്റെ പരുവം. ചായ അരിക്കുന്ന ഈ അരിപ്പുണ്ടല്ലോ, ഇതിലോട്ട് നമ്മൾ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. കുറേശ്ശെ ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത്രയും തരിയുണ്ട്. ഇനി ഇത് നമുക്ക് 3 പ്രാവശ്യം കൂടി അരിച്ചൊഴിക്കാം. കിണ്ണത്തപ്പത്തിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല. ഇവിടെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തരിയൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പാല് പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കിണ്ണമാണ് ആവശ്യം. കിണ്ണത്തപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു കേക്കിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് സൈഡിലൊക്കെ നെയ്യ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് തേച്ച ഉടൻ തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുക്കറിലാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം തിളച്ച് ഈ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. ഇതിലോട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ച മിക്സിൽ നിന്നും പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കലക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പകുതി മാത്രം ഒഴിച്ചെടുത്ത് അടച്ചു കൊടുത്തതിന് ശേഷം വെയിറ്റ് ഇട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വീസിൽ കേൾക്കണം. അപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇനി ഇതിൽ നിന്നും പുറത്തെടുക്കാം. അപ്പോൾ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലെടുത്ത സമയം 5 മിനിറ്റ് ആണ്. ഇനി ഇതിന്റെ സൈഡെല്ലാം നമുക്ക് ഇതുപോലെ വിടിയിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. കിണ്ണത്തപ്പം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ കുക്കറിൽ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും.